ലോകത്തെ ഏറ്റവും വലുതും അത്യാധുനികവുമായ യുദ്ധക്കപ്പലാണ് അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമാൻ. ഏകദേശം 1000-ലേറെ അടി നീളവും 1,00,000-ലേറെ ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയും ആ കപ്പലിനുണ്ട്. ഒരേ സമയം 90 യുദ്ധവിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സന്നാഹവും അതിൽ ഭദ്രം. ഏത് നീക്കത്തിനും സജ്ജമായി വിർജീനിയയിലെ നോർഫോക്ക് നാവികതാവളത്തിൽ നങ്കൂരമിട്ടിരുന്ന USS ഹാരി ട്രൂമാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പശ്ചിമേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഇസ്രായേലിന് സുരക്ഷയൊരുക്കുക. ഇറാനും ഹമാസിനും ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ ഇസ്രായേലിന് കാവലൊരുക്കുക. ആഗോള വ്യാപാര രംഗത്തെ പ്രധാന നാവികപാതയായ ചെങ്കടലിൽ ഹൂത്തികളുടെ ഭീഷണി ചെറുക്കുക. ഇതൊക്കെയാണിപ്പോൾ ആ വമ്പൻ പടക്കപ്പലിനു പണി. അടുത്ത ദിവസങ്ങളിലായി നിരവധി തവണയാണ് ഹൂത്തികൾ എന്ന പേരിൽ യമനെ ലക്ഷ്യമിട്ട് ട്രൂമാൻ കപ്പലിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചത്. 100 കണക്കിന് സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഏത് നീക്കത്തിനും കോപ്പുകൂട്ടി നിൽക്കുന്ന അമേരിക്കയുടെ ഒരു ഭീഷണിയും തങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൂത്തികൾ. ഗസയ്ക്ക് നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കും വരെ ചെങ്കടൽ ഓപ്പറേഷൻ തുടരുമെന്ന് പ്രഖ്യാപിച്ച സംഘം ഇപ്പോൾ USS ട്രൂമാനെയും ആക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ഡസനോളം മിസൈലുകളാണ് ഹൂത്തികൾ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ അയച്ചത്. USS ട്രൂമാൻ മാത്രമല്ല, അതിന് സംരക്ഷണമൊരുക്കുന്ന അകമ്പടി കപ്പലുകളും ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. വടക്കൻ ചെങ്കടലിലാണ് പുതിയ സംഭവവികാസങ്ങൾ നടക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലും ഹൂത്തി മിസൈലുകൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ദക്ഷിണ തെല്ലവീവിലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് താവളം, രാജ്യത്തെ തന്നെ പ്രധാന വിമാനത്താവളമായ ബെൻഗൂരിയോൺ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയ്ക്കെതിരെയായിരുന്നു ആക്രമണം. 2 മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ് IDF പ്രതികരിച്ചത്. ജെറുസലേം അടക്കം പല മേഖലകളിലും ഹൂത്തി ആക്രമണ ഭീഷണിയെ തുടർന്ന് അപായ സൈറൺ മുഴങ്ങിയ കാര്യം ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം USS ട്രൂമാൻ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെയും അമേരിക്ക മാത്രം പ്രതികരിച്ചിട്ടില്ല. യമനിൽ ഏപ്രിൽ 1 അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു. 3 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനുള്ള തിരിച്ചടിയായാണ് USS ട്രൂമാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ആക്രമണമെന്നാണ് ഹൂത്തി സൈനിക വക്താവ് യഹ്യ സാരി അറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ ആക്രമണം തുടരും. ഗസയിലെ ആക്രമണം നിർത്തുകയും മുനമ്പിന് നേരെയുള്ള ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ചെങ്കടൽ ആക്രമണം നിർത്തില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. യമനിൽ അമേരിക്ക നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ നേരത്തെയും ഹൂത്തികൾ US കപ്പലുകൾ ആക്രമിച്ചിരുന്നു. USS ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഹൂത്തി ആക്രമണം അന്ന് നടന്നത്. ഫലസ്തീൻ ടു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു അന്നത്തെ ആക്രമണം. ഗസ മുനമ്പിലെ സ്ഥിതിഗതികൾ യമൻ സൈന്യം നിരീക്ഷിച്ചു വരികയാണെന്ന് ഹൂത്തി വക്താവ് സാരി അറിയിച്ചിട്ടുണ്ട്. സൈനിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള കൂട്ടക്കൊലയാണ് അവിടെ നടക്കുന്നത്. 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീനി ജനതയുടെ രക്തത്തിന്റെ അന്തിമ വിജയത്തിന് ആവശ്യമായ എന്ത് നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. ഇസ്രായേലി സൈന്യത്തിനും അവർക്ക് പിന്നിലുള്ളവർക്കുമെതിരെ സൈനിക നടപടി വിപുലമാക്കാനും മടിക്കില്ലെന്നും യഹ്യ സാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് 15-നാണ് യമനിൽ ഹൂത്തി താവളങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ US ആക്രമണം നടന്നത്. യമൻ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. സംഭവത്തിൽ 58 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സആദ, അൽബെയ്ദ, റദ, ഹജ്ജ, മആരിബ്, ദമാർ, തായിസ് എന്നീ പ്രദേശങ്ങളിലാണ് നിരവധി തവണ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ വർഷിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ആക്രമണം. ചെങ്കടലിലെ കപ്പൽ ആക്രമണമാണ് ട്രംപ് സൈനിക നടപടിക്ക് കാരണമായി പറയുന്നത്. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ഹൂത്തികൾ നടത്തുന്ന ചെങ്കടൽ യുദ്ധം അമേരിക്കയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും $1 ബില്യൺ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും ട്രംപ് സമ്മതിക്കുന്നു. കപ്പൽ ആക്രമണം ഉടൻ നിർത്തണം, ഇല്ലെങ്കിൽ വൻ നാശം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹൂത്തികളെ സഹായിക്കുന്നത് നിർത്തണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രംപ്.